അനിൽ അംബാനിയുടെ വ്യവസായ താല്പര്യങ്ങളെ എപ്സ്റ്റീൻ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ സർക്കാർ എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇയാൾ കുറ്റവാളിയാണ് എന്നുള്ളതുകൊണ്ട് അല്ലാതെ മറുപടി പറയേണ്ടത്. കാരണം ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾക്കുള്ള ഇസ്രായേൽ ബന്ധം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. അമേരിക്കയിൽ തന്നെ എപ്സ്റ്റീനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ അയാൾ മൊസാദ് ഏജൻ്റാണ്. അയാൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അമേരിക്കയിൽ സംരക്ഷിക്കാൻ വേണ്ടി ആളുകൾ ഹണി ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്സ്റ്റീനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. എപ്സ്റ്റീൻ വഴി അനാവശ്യമായ അമേരിക്ക ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ വഹിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പിണക്കുന്നു, ആളുകളെ കൊല്ലുന്നു, അധിനിവേശം നടത്തുന്നു എന്നുള്ളതാണ് അമേരിക്കയ്ക്കകത്ത് നിന്ന് എപ്സ്റ്റീനെതിരെ ഉയരുന്ന ആരോപണം. അങ്ങനെ ആരോപണ വിധേയനായ ഒരാളുമായി ഇന്ത്യക്ക് എന്ത് ബന്ധം? ഹർദീപ് സിംഗ് പുരി എന്തിനാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെടുന്നത്? എപ്സ്റ്റീനും ഹർദീപ് സിംഗ് പുരിയും എന്നുള്ള ബന്ധം എന്താണ്? അനിൽ അംബാനിക്ക് എന്താണ് ബന്ധം? അനിൽ അംബാനിയുടെ വ്യവസായ താല്പര്യങ്ങളെ എപ്സ്റ്റീൻ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ സർക്കാർ എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പക്ഷേ അതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉത്തരം പാർലമെൻറ്റിലോ പുറത്തോ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയോ എന്ന ചോദ്യത്തിന് ഒരു ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്ന് പരസ്യമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ഒരു കരസേനാ മേധാവി പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഒരു കരസേനാ മേധാവി വിരമിച്ച ശേഷം അദ്ദേഹത്തിന് ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിൽ നമുക്ക് മുമ്പ് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യ.